നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലപ്പുറത്തെ നിപ്പ രോഗിയുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു. പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരൻ ബ്രൈറ്റ് ട്യൂഷൻ സെന്റർ പാണ്ടിക്കാട്, ഡോക്ടർ വിജയൻസ് ക്ലിനിക്ക്, PKM തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പീഡിയാട്രിക് OP, മൗലാന ഹോസ്പിറ്റലിൽ എമർജൻസി ICU എന്നിവിടങ്ങളിൽ ജൂലൈ 11 മുതൽ 15 വരെയുള്ള തീയതികളിൽ സന്ദർശിച്ചിട്ടുണ്ട്. സ്ഥലങ്ങളിൽ ആ സമയത്ത് ഉണ്ടായിരുന്നവർ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിച്ചത്. മലപ്പുറത്ത് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. രാവിലെ മുതൽ ഊർജിതമായ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. സംസ്ഥാനം സജ്ജമാണ്. നിപ്പ നിയന്ത്രണത്തിനായി സർക്കാർ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച SOP അനുസരിച്ചുള്ള 25 കമ്മിറ്റികൾ രൂപീകരിച്ചു. കോൺടാക്ട് ട്രേസിംഗ് ഇന്ന് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ 214 പേരാണ് ഉള്ളത്. ഇതിൽ അടുത്തിടപഴകിയ 60 പേരാണ് ഹൈ റിസ്ക് വിഭാഗത്തിലുള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 ഐസൊലേഷൻ റൂമുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ആവശ്യമായ ഐസൊലേഷൻ വാർഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെ ഹൈ റിസ്ക് വിഭാഗത്തിലുള്ള എല്ലാവരുടെയും സാമ്പിൾ പരിശോധനയും നടത്തും. രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നിപ്പ കൺട്രോൾ റൂം ആരംഭിച്ചു. നിപ്പ രോഗലക്ഷണങ്ങൾ ഉള്ളവർ കൺട്രോൾ റൂമിൽ വിളിക്കേണ്ടതാണ്. പനിയോടൊപ്പം തന്നെ തലവേദന, ജന്നി, അതുപോലെ തന്നെ പിച്ചും പേയും പറയുക, ചുമ, ശ്വാസതടസ്സം, ശ്വാസം മുട്ടൽ എന്നിവ ഒന്നോ അതിലധികമോ പ്രത്യക്ഷപ്പെട്ടേക്കാം. ഇതിൽ ശ്വാസകോശ സംബന്ധിയായ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പകർന്നു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. രോഗലക്ഷണങ്ങൾ സമയം കഴിയും തോറും വർദ്ധിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നും രോഗതീവ്രത വർദ്ധിക്കുന്നതനുസരിച്ച് രോഗവ്യാപക സാധ്യത വർദ്ധിച്ചേക്കാമെന്നതും നിപ്പ രോഗത്തിന്റെ പ്രത്യേകതയാണ്. ജില്ലയിൽ പൊതു ഇടങ്ങളിൽ ഉറങ്ങുന്നവർ എല്ലാവരും മാസ്ക് ധരിക്കണം. അനാവശ്യമായ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ കോൺടാക്ട് ലിസ്റ്റിൽ ഉള്ളവർ ഐസൊലേഷനിലായിരിക്കണം. ഒരു വീട്ടിൽ ഒരാളെ കോൺടാക്ട് ലിസ്റ്റിൽ ഉള്ളുവെങ്കിൽ പോലും മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ വരാൻ പാടില്ല. ഒരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല. ഏതെങ്കിലും തരത്തിൽ ടെൻഷൻ ഉള്ളവർ ദയവായി കൺട്രോൾ റൂമുമായി ബന്ധപ്പെടേണ്ടതാണ്. ആവശ്യമായ മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതാണ്. അതുപോലെ തന്നെ നിപ്പ കൺട്രോൾ റൂം നമ്പറുകൾ ഉണ്ട്. 04832732 0100 തുടങ്ങിയ നമ്പറുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വവ്വാലുകളിൽ നിന്നും നേരിട്ടോ അല്ലാതെയോ വവ്വാലുകളിൽ നിന്നോ അണുബാധയായി മാറുന്ന മറ്റ് മൃഗങ്ങൾ തുടങ്ങിയവ ആണ് ഈ വൈറസ് മനുഷ്യരിലേക്ക് എത്തിക്കുക. വൈറസ് ബാധിച്ച ആൾക്ക് രോഗലക്ഷണങ്ങൾ പ്രകടമായതിനു ശേഷം മറ്റുള്ളവരിലേക്ക് സമ്പർക്കത്തിലൂടെ രോഗം പകർത്താൻ കഴിയും. നിപ്പ വായുവിലൂടെയും സാമാന്യം ദൂരത്ത് നിൽക്കുന്നവരിലേക്ക് പകരില്ല. ലക്ഷണമുള്ളവരുമായി അടുത്ത സമ്പർക്കം ഉള്ളവരിലേക്ക് മാത്രമേ പകരാൻ സാധ്യതയുള്ളൂ. രോഗിയായി അടുത്ത സമ്പർക്കത്തിൽ വരേണ്ടി വന്നാലും N95 മാസ്കുകളും മറ്റ് സംരക്ഷണ ഉപാധികളും ഉപയോഗിച്ച് രോഗാണുബാധ ഒഴിവാക്കാവുന്നതാണ്.